2015 പോളോ ഡീസലാണ്. ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ഓണർഷിപ്പ്, 84,000 കിലോമീറ്റർ. 2016 എർട്ടിക്ക ഡീസലാണ്, ടാക്സിയാണ്, പുതിയ പേപ്പർ കാര്യങ്ങളൊക്കെയാണ്, VDI ആണ്. CRV 2008 വണ്ടി. 2008 CRV. ആ. ഓണർഷിപ്പ് എത്ര? തേർഡ് ഓണർഷിപ്പ്. ഡീസൽ പെട്രോൾ പോളോ ഡീസൽ 2012 കംഫർട്ട് ലൈൻ. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സെക്കൻഡ്. ഹായ് ഫ്രണ്ട്സ്, ധനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ കരിക്കോട് ഭാഗത്ത് MEI ജംഗ്ഷൻ ഷാപ്പ് മുക്ക് എന്ന് പറയുന്ന ഭാഗത്താണ് ഇന്ന് നമ്മൾ നിൽക്കുന്നത്. കൊല്ലം യൂസ്ഡ് കാർസ് എന്ന് പറയുന്ന ഷോപ്പിലാണ് വന്നിരിക്കുന്നത്. ഒരുപാട് ഒരു 10, 25, 30 വണ്ടികൾ എപ്പോൾ വന്നാലും സ്റ്റോക്കായിട്ട് കിടക്കുന്ന ഒരു ഷോപ്പാണ്. എന്ന് പറഞ്ഞാൽ വണ്ടി പോകുന്നില്ല അല്ല ഞാൻ പറഞ്ഞാൽ പുതിയ സ്റ്റോക്കുകളായിട്ട് ഒരു 25 വണ്ടിയുടെ വീഡിയോ എനിക്ക് എപ്പോഴും ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ ഷോപ്പാണ്. അപ്പോൾ ആ രീതിയിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വണ്ടികളൊക്കെ എടുക്കാൻ താല്പര്യപ്പെടുന്ന, എന്നാൽ 30,000 രൂപ തൊട്ട് വണ്ടി നോക്കുന്നവർക്ക് വരെ എടുക്കാവുന്ന ഒരു ഷോപ്പാണ്. 30,000, 85,000 ആ റേഞ്ചിനൊക്കെ തൊട്ട് മുകളിലോട്ട് നല്ല പ്രൈസിലേക്ക് വരുന്ന എല്ലാത്തരം വണ്ടികളും എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഷോപ്പ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. പിന്നെ അപ്പോൾ നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വരാം. 2007 സാൻഡ്രോ GLX. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. എന്തോ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ ഒന്നിനകത്ത് ഓടിയിട്ടുണ്ട്. ഒന്നിനകത്തേ ഓടിയിട്ടുള്ളൂ. ഒന്ന് ഓടിയിട്ടുള്ളൂ. സോറി, ഒന്നോടി. ജെന്യൂൻ കിലോമീറ്റർ ഒക്കെ അല്ലേ? കിലോമീറ്റർ ഒക്കെ ജെന്യൂനാണ്. 2007 വണ്ടിക്കാകെ കൊള്ളാം, വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഡോർപാടൊക്കെ നോക്കിയാൽ അങ്ങനെ നീറ്റായിട്ട് തന്നെ ആയിരിക്കണം. അതൊന്നും കുഴപ്പമില്ല. റീപ്ലേസ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെൻറ്റ്സ് എന്തെങ്കിലും? 2007 വണ്ടിയല്ലേ സാറേ, അതിനകത്ത് ഞാൻ കണ്ടിട്ട് 2007 വണ്ടി നല്ല ക്വാളിറ്റി ഉണ്ട്. വണ്ടി കാണാൻ ക്വാളിറ്റി ഉണ്ടല്ലേ? ഞാൻ ചോദിച്ച അഫ്രോൺ സൈഡ് കംപ്ലൈൻറ്റ്സ് അങ്ങനെ അഫ്രോണൊന്നും പ്രശ്നമൊന്നുമില്ല. ഇല്ല. ബ്ലാക്ക് കളർ വണ്ടി ഓവറോൾ ഇങ്ങനെ കാണാൻ ഓക്കെയാണ്. ചെറിയ തട്ടാമിട്ടൊക്കെ കാണുമായിരിക്കും. ഓക്കെ. ബമ്പറോ ഹെഡ്ലൈറ്റോ റീപ്ലേസ് കാണും. 2007 വണ്ടിയല്ലേ? ഓക്കെ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ കംപ്ലൈൻറ്റ്സുകൾ കാണാം, ഉറപ്പ് പറയാനും അറിയാൻ വയ്യ. ഓക്കെ. എത്ര ചോദ്യം? എത്ര? നമ്മൾ 95 രൂപ. 95,000. ആ. 2020 ZXi സെലേരിയോ. ഓണർഷിപ്പ് 55,000 കിലോമീറ്റർ. സിംഗിൾ ഓണർഷിപ്പ്. ഓണർ. ഓക്കെ. ടയേഴ്സൊക്കെ അത്യാവശ്യം കിടപ്പുണ്ട്. ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ടല്ലേ? ആ, ആൻഡ്രോയിഡ് സിസ്റ്റം ഉണ്ട്. വണ്ടിക്ക് വൃത്തിയാണ്. 90% ക്വാളിറ്റി വണ്ടി. കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഫോർഡോ പവർ വിൻഡോസ് ആണ്, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. ഡോർ പാഡും ഒക്കെ കൊള്ളാം, വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ബാക്ക് സൈഡ് നോക്കിയാലും ഒക്കെ നീറ്റാണ്. ടയേഴ്സ് ആവറേജ് താഴെയാണ് നിൽക്കുന്നത്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. പുതിയ വണ്ടിയായതുകൊണ്ട് പുള്ളിക്ക് കാര്യങ്ങൾ അറിയാം എന്നുള്ളതാണ്. ഓക്കെ. ഈ ടയർ കൊള്ളാം കേട്ടോ. ഈ ടയർ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? 3,85,000. വിലയിൽ എത്ര? 3,85,000. എത്ര റേറ്റ് ഇറക്കാൻ പറ്റും? ഫുൾ ലോൺ കിട്ടും. ഇത് 2019 സെലേരിയോ ഓട്ടോമാറ്റിക് ആണ്. സെലേരിയോ ഓട്ടോമാറ്റിക് ആണ്. 2019. ഓണർഷിപ്പ് എത്രയാ? ഓണർഷിപ്പ് സിംഗിൾ. എന്തോ ഓടി? കിലോമീറ്റർ 50-നകത്ത് ഓടിയിട്ടുള്ളേ. 50-നകത്ത്. ആ. ഓക്കെ. കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ അല്ലേ? ജെന്യൂൻ കിലോമീറ്റർ, ജെന്യൂൻ സർവീസ്. ഓക്കെ. വണ്ടി ക്വാളിറ്റി. 4 പുത്തൻ ടയർ എടുത്തിട്ടതേ ഉള്ളൂ. ടയർ സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളൊക്കെ വരുന്ന മോഡലാണ്. 2019 ഓട്ടോമാറ്റിക് ZXi. വണ്ടിക്ക് കാണാൻ നല്ല 4 പുത്തൻ ടയർ. ഓക്കെ. എത്ര ചോദ്യം? 4,85,000. ഓട്ടോമാറ്റിക് ആണ്ടാണ് ഇത്രയും? ഓട്ടോമാറ്റിക്കാ. 4 പുത്തൻ ടയർ നമ്മളിപ്പോൾ എടുത്തിട്ടേ ഉള്ളൂ. ഇതും ഫുൾ ലോൺ കയറുന്ന വണ്ടിയാണോ? ഏകദേശം ഒരു 4 ലക്ഷം രൂപ ലോൺ കിട്ടും. 2012 ഡീസലാണ്. നിസാൻ സണ്ണി 2012 ഡീസൽ. കിലോമീറ്റർ 1 സംതിങ് ഓടിയിട്ടുണ്ട്. അപ്പോൾ ടൈമിംഗ് ചെയിനൊക്കെ മാറിയോ? സർവീസൊക്കെ ഉള്ള വണ്ടിയാണ്. എല്ലാം ഉള്ള വണ്ടി. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പ് നിൽക്കേ. ഓക്കെ. മാനുവലാണ്. ഫോർഡോ പവർ വിൻഡോസ് ആണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ബാക്ക് സൈഡ് നോക്കിയതിൻ്റെയൊക്കെ AC വെൻ്റ് കാര്യങ്ങളെല്ലാം വരുന്ന മോഡലാണ്. സീറ്റ് കവറായിട്ട് ചെയ്തിട്ടില്ല. ടയേഴ്സ് അത്യാവശ്യം കിടപ്പുണ്ട്, കുഴപ്പമില്ല. ബാക്ക് ടയർ കുറവാണ്, ഫ്രണ്ട് ടയർ ഇച്ചിരി ഉണ്ടായിരുന്നു. എത്ര ചോദിക്കുന്നത്? 2,20,000 രൂപ. 2,20,000. ഇത് മൈലേജ് ഒരു 20 ആ റേഞ്ച്? 20-ന് മുകളിൽ കിട്ടും മൈലേജ്. ഡീസൽ വണ്ടി മൈലേജ് ഉള്ള വണ്ടിയാണ്. വണ്ടി ബോഡി ബേസ് കൊള്ളാം, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. 2015 പോളോ ഡീസലാണ്. ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ഓണർഷിപ്പ്, 84,000 കിലോമീറ്റർ. ടയർ തീരാറായി.
തീരാറൊന്നും ആയിട്ടില്ല സാറേ, അത് അത്യാവശ്യം ഉണ്ട്. അത് ടയറിന്റെ മോഡലുകൾ നോക്കി, അതിന്റെ പഞ്ചിങ് നോക്കിയോ, ചെറിയൊരു ടയർ ഇല്ലെന്നെല്ലാം പറയണ്ട, ടയറുണ്ട്, അത്യാവശ്യം ടയറുണ്ട്. വര കാണാം എങ്കിൽ പോലും നേരത്തെ കണ്ട മറ്റേ വണ്ടിയുടെ പോലത്തെ നല്ല ക്വാളിറ്റിയിൽ നിൽക്കുകയല്ല അത് ടയർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. 2 ഡോർ പവർ വിൻഡോസ് ആണല്ലേ? ഓക്കെ. ഈ ബാക്ക് ടയർ കണ്ടിട്ട് കൊള്ളാം, കുറച്ചുകൂടി നല്ല ടയറാണ്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? 3,50,000 രൂപ. 3,80,000. 50 രൂപ കണ്ട് ഇറക്കാവോ? ഡീസൽ അല്ലേ? ഡീസൽ. വണ്ടിയിൽ വലിയ സ്ക്രാച്ച് കാര്യങ്ങളൊന്നും കാണുന്നില്ല, കൊള്ളാം, വൃത്തിയായിട്ട് തന്നെ കിടക്കുന്നത്. ഞാനോ 2012. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. എന്ത് ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ ഏകദേശം ഒരു 10-75 ഓടി കാണും. ഞാനൊന്ന് കറക്റ്റായിട്ട് എനിക്ക് അറിയത്തില്ല. അപ്പം ജെന്യൂൻ ആണോ? ജെന്യൂൻ കിലോമീറ്റർ ആയി, അതൊക്കെ എന്തോ ചെയ്യാനാ സാറേ. ചെറിയ ഒരു ബൈക്കിന്റെ പൈസ ആണുള്ളത്. എത്ര രൂപ ചോദിക്കുന്നത്? 30 രൂപ കൊടുക്കാം നമുക്ക്. 30? ഈ 30 രൂപയ്ക്ക് പുറത്ത്. ഓക്കെ, അത് കൊള്ളാം. ചെറിയ പെയിന്റിങ്ങിന്റെ പരിപാടിയുണ്ട്, അതൊക്കെ എടുത്തിട്ട് ചെയ്താൽ മതി, വേറെ വലിയ പ്രശ്നങ്ങൾ കാണുന്നില്ല. നിലവിൽ കാണുന്ന കണ്ടീഷനാണ്. 30,000 രൂപ കൊടുക്കാം. 30 രൂപയല്ലേ ചോദിക്കണം, അതുകൊണ്ട് തെറ്റ് പറയാൻ പറ്റത്തില്ല. വണ്ടി കൊള്ളാം, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. വേറെ റീപ്ലേസ് ആയിട്ടൊന്നും ഇല്ലല്ലോ? റീപ്ലേസ് ആയിട്ടൊന്നും കാണിക്കുന്നില്ല, ചെറിയ ഉപയോഗത്തിനൊക്കെ പറ്റും. ഓക്കെ. അടുത്ത 2018 ഉണ്ടായി ഹൈട്ടൺ. 2018 സെക്കൻഡ് ഓണർഷിപ്പ്, 42,000 കിലോമീറ്റർ. അത്ര ഓടിയിട്ടുള്ളൂ? ജെന്യൂൻ കിലോമീറ്റർ, ജെന്യൂൻ സർവീസ്, ഹിസ്റ്ററിയൊക്കെ ഉള്ള വണ്ടിയാണ്. പെട്രോള് ഡീസലാ? പെട്രോൾ 2018. വണ്ടി നല്ല വൃത്തി, അത് ഓക്കെയാണ്. ഡോർ പാഡൊക്കെ നോക്കിയാലൊക്കെ ആ രീതിയിൽ നല്ല ക്വാളിറ്റി ഉണ്ട്, അതൊന്നും കുഴപ്പമില്ല. എത്ര ചോദിക്കുന്നത്? 3,75,000. 3,75,000. ടയേഴ്സൊക്കെ ആവറേജ് ടയേഴ്സാണ്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല? ഇല്ല, ഒന്നുമില്ല, റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. വണ്ടി കാണാൻ ബോഡിയൊക്കെ നല്ല വൃത്തിയായിട്ടിരിക്കൊണ്ട് നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നത്, അതൊന്നും കുഴപ്പമില്ല. പെട്രോൾ വണ്ടിയാണ്, ഒരു മൈലേജ് 13, 14, 15 അതിനകത്തല്ലേ? ഓക്കെ. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയേഴ്സ് കാര്യങ്ങൾ കിടപ്പുണ്ട്, വേറെ അപാകതകൾ നോക്കിയിട്ട് കാണുന്നില്ല, കൊള്ളാം. ഉണ്ടായി ഐട്ടൺ 2008. ഓണർഷിപ്പ് തേർഡ്. ഇത് ടയർ അത്യാവശ്യം കുറഞ്ഞിട്ടുണ്ടേ? അല്ല, ആദ്യമേ പറഞ്ഞ് 2008 ഡിസ്റ്റൊക്കെ വെച്ചിട്ടുണ്ട്. വണ്ടിക്കകമൊക്കെ അത്യാവശ്യം വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏത് വർഷമായിരുന്നു ചേട്ടാ? 2008. അത്രയും പഴക്കമുണ്ട്, എന്നാലും വണ്ടി കൊള്ളാം. ആ രീതിയിൽ അത്രയും വർഷത്തിൻ്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ വണ്ടി നല്ല വൃത്തിയായിട്ട്. 85,000 കിലോമീറ്റർ. എത്ര? 85 കിലോമീറ്റർ. ജെന്യൂൻ ആണോ? ജെന്യൂൻ ആയിരിക്കും, സാധ്യത ജെന്യൂനാണ്. ഹിസ്റ്ററി ഉണ്ടോ വണ്ടിയിൽ? ചെറിയ 2008 കിട്ടും, ചാൻസ് ഉണ്ട്. ഇവിടെ ടൈലാമ്പ് പൊട്ടിയിട്ടുണ്ട്. പൊട്ടിയിട്ടുണ്ട്. മാറി കൊടുക്കൂ? നിലവിൽ കാണുന്ന കണ്ടീഷൻ, നമ്മൾ ചെറിയ പൈസ പറയുന്നുള്ളൂ. ഓക്കെ. എത്ര ചോദിക്കുന്നത്? എത്രയാണ്? നമുക്ക് 1,00,000 രൂപ കൊടുക്കാം. 1,00,000 വാങ്ങിക്കുന്ന ആൾ ആ ടൈലാകുമ്പോൾ മാറ്റേണ്ടി വരും. അല്ല, വേറെ കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊന്നും കാണുന്നില്ല. ചെറിയ പുട്ടി വർക്കുകൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു, അല്ല വേറെ ഒന്നും കണ്ടില്ല. ടയറൊക്കെ ഒരുവിധം ആവറേജ് കണ്ടീഷൻ എന്ന് പറയുന്ന രീതിയിലുണ്ട്. 2021 ആൾട്ടോ 800. 17,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ. ഫസ്റ്റ് ടയർ തന്നെ ഇപ്പോൾ കിടക്കുന്നത്, നല്ല ടയറുണ്ട്. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല, സർവീസൊക്കെ ഉള്ള വണ്ടിയാണ്. 2021 പെട്രോള്, 17,000 കിലോമീറ്റർ, സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ. എത്ര ചോദിക്കുന്നത്? 3,40,000 രൂപ. ഓക്കെ. സീറ്റ് കവറായിട്ട് ചെയ്തില്ല, ടയേഴ്സ് അത്യാവശ്യം കിടപ്പുണ്ട്, അപാകതകൾ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഒരു 50 രൂപ നമുക്ക് എന്തെങ്കിലും ചെയ്ത് കൊടുക്കാം. 50 രൂപ എല്ലാം കുറേ ഇട്ട് ഇറക്കാൻ പറ്റുമോ? ഇറക്കാം. അതൊക്കെ 3,40 നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാം. 2016 ഇലക്ട്രിക്ക, ഡീസലാണ്, ടാക്സിയാണ്, പുതിയ പേപ്പർ കാര്യങ്ങളൊക്കെയാണ്, VDI ആണ്, 1,40,000 കിലോമീറ്റർ, തേർഡ് ഓണർഷിപ്പിൽ നിൽക്കുന്ന. ടൈമിങ് ചെയ്യാനൊക്കെ മാറിയ എല്ലാം സർവീസൊക്കെ ഉള്ള വണ്ടിയാണ്. എല്ലാം ഉള്ള വണ്ടിയാണ്. വണ്ടി കാണാൻ അത്യാവശ്യം ടാക്സി കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ പ്രയോജനമുള്ളതാണ്. പ്രൈവറ്റ് ആക്കി കൊടുക്കും? പ്രൈവറ്റ് ആക്കണമെങ്കിൽ ആക്കാം, കുഴപ്പമൊന്നുമില്ല. ടാക്സി അല്ലേ നല്ലത്. അത്യാവശ്യം 7 സീറ്റ് വണ്ടിയാണ്, 10-22 മൈലേജ് കിട്ടുന്ന വണ്ടിയാണേ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ജെന്യൂൻ സർവീസ്, ജെന്യൂൻ കിലോമീറ്റർ, 1,40,000 കിലോമീറ്റർ, VDI ആണ്, പുതിയ പേപ്പറാണേ. പേപ്പർ കാര്യങ്ങളൊക്കെ പുതിയതാണ്, അത്യാവശ്യം ടയറൊക്കെ
ഉണ്ട്, ടയറുണ്ട് സാറേ. ഇത് മുട്ടയെണ്ണ ഏതാ? അവിടെ വര പോലും കാണുന്നില്ല. മുട്ടയാണ്. ഓക്കെ, എത്ര ചോദ്യം? എത്ര? 5 ലക്ഷം രൂപ. 5. ഓക്കെ, ഇത് എത്ര രൂപ നമുക്ക് ഇറക്കാൻ പറ്റും? ഏകദേശം 50 രൂപ ഇറക്കാം. 50 രൂപ ഇറക്കാം. ഫ്രണ്ട് ടയറുണ്ട്, അത്യാവശ്യം ഉണ്ട്. കണ്ടാണ്, ബാക്ക് ടയറില്ല. ബാക്ക് 2 ടയർ മോശം. മുട്ട. ടാറ്റ നെക്സോൺ 2023 വെറും 12,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണ്. 2023 XM ആണ്. സൺറൂഫൊക്കെ വരുന്നതാണ്. വെറും 12,000 കിലോമീറ്റർ ആയിട്ടുള്ളൂ. പെട്രോളാണ്. ടോപ്പ് വേരിയൻ്റ് ആണോ? ടോപ്പ് വേരിയൻ്റ് ഇല്ല. ടോപ്പ് വേരിയൻ്റ് ആകുമ്പോൾ ആലോചിച്ച് വരത്തില്ലേ. ഓക്കെ. XM പുത്തൻ വണ്ടി എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാം അല്ലേ? 2023 ആണ്. മാനുവലാണ്. 12,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സീറ്റർ പൊട്ടിച്ചിട്ടില്ല. ഇല്ല. അത്രയും പുതിയ വണ്ടി. ടയേഴ്സൊക്കെ ഫ്രഷ് ടയർ. ഐ മീൻ ഇത്ര ഓടിയ ഒരു വണ്ടി, പുതിയ ടയർ, ഫസ്റ്റ് ടയർ. നമുക്ക് വേറെ അപാധകൾ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ചോദിക്കണമല്ലോ, അതുകൊണ്ട് ചോദിച്ചാ. ഓക്കെ, വണ്ടി ഓവറോൾ കൊള്ളാം. എത്ര ചോദ്യം? 7,50,000. 7,50,000. എത്ര രൂപ നമുക്ക് ഇറക്കാൻ പറ്റും? ഏകദേശം 50 രൂപ ഇറക്കാം. 50 രൂപ. 2012 ടവേര ടാക്സിയാണ്. 7 സീറ്റ് വണ്ടിയാണ്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് തേർഡ്. റീപ്ലേസ്മെൻറ്റ്സ് എന്തെങ്കിലും? റീപ്ലേസോ കാര്യങ്ങളൊന്നും നിലവിൽ കാണുന്നില്ല. പിന്നെ ഹെഡ്ലൈറ്റോ ബമ്പറോ ഒക്കെ ആണ് റീപ്ലേസ് ഉണ്ടെങ്കിലേ ഉള്ളൂ. വലിയ ബോണറ്റോ ഗ്ലാസോ ഒന്നും റീപ്ലേസ് ഇല്ല. വണ്ടി ക്വാളിറ്റി ഉണ്ട്. അത്യാവശ്യം കുട്ടികൾക്കൊക്കെ സ്കൂൾ ട്രിപ്പൊക്കെ എടുക്കാനൊക്കെ പറ്റും. എന്ത് ഓടിയിട്ടുണ്ട്? ഇത് 1 സംതിങ് ഓടിയിട്ടുണ്ട്. ഓക്കെ, ഇതിൻ്റെ ടൈമിങ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നല്ല സർവീസ് ഉള്ള വണ്ടിയാണ്. വണ്ടി കാണാൻ സർവീസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്. ലാസ്റ്റ് സർവീസ് ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ല. ഒറിജിനൽ കേരള വണ്ടി തന്നെയല്ലേ? ഒറിജിനൽ കേരള വണ്ടിയാണ്. ഇവിടെ ചെറിയൊരു പഞ്ചറക്കാനുള്ള പരിപാടിയുണ്ട്. എത്ര ചോദിക്കുന്നത്? 2,60,000 രൂപ. 2,60,000 രൂപ. ഇത് ലോണൊക്കെ കിട്ടുമോ? ലോൺ കിട്ടും. 2 വർഷത്തേക്ക് കിട്ടത്തുള്ളൂ. വർഷങ്ങൾ കുറയില്ലേ? 2012 സാൻഡ്രോ 2010 സെക്കൻഡ് ഓണർഷിപ്പ്, 56,000 കിലോമീറ്റർ, പുതിയ പേപ്പർ, 5 വർഷം പേപ്പറുണ്ട്. 2030 വരെ. 30 അല്ല, 31 വരും. 31. വണ്ടി ക്വാളിറ്റി. സെക്കൻഡ് ഓണർഷിപ്പ് നല്ല ക്വാളിറ്റി വണ്ടി. അത്യാവശ്യം ചെറിയൊരു ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റിയ വണ്ടിയാണ്. ഡോർ പാഡൊക്കെ കൊള്ളാം. പുതിയ പേപ്പറാണ്. അത്യാവശ്യം ഇൻഷുറൻസ് ലൈവിലുണ്ട്. ടയേഴ്സ് ടയേഴ്സ് ഇതപ്പുണ്ട്. ഇവിടെ ചെറിയൊരു അപാകത ഉണ്ട്, അത് ചെയ്യേണ്ടി വരും. എത്ര ചോദിക്കുന്നത്? 1,20. 1,20. പുതിയ 5 വർഷം പേപ്പർ, ലൈവിൽ ഇൻഷുറൻസ് ഉണ്ട്. വണ്ടി ക്വാളിറ്റി വണ്ടിയാണ്. 2010 പോളോ ഡീസൽ 2012 കംഫർട്ട് ലൈൻ. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. ഗ്രാഫിക്സ് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. കിലോമീറ്റർ 89. 89,000. വണ്ടിക്ക് അതൊക്കെ വൃത്തിയാണ്. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ രീതിയിൽ വണ്ടി കാണാൻ വൃത്തിയുണ്ട്. ഡോർ പാഡൊക്കെ നോക്കിയാലും സ്ക്രാച്ച്. വണ്ടി നല്ല ക്വാളിറ്റി വണ്ടി. ഡീസലല്ലേ? ഡീസൽ. എത്ര ചോദ്യം? 2,30,000 രൂപ. വേറെ പറയത്തക്ക എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും നമ്മൾ ഈ വില പറയാമെങ്കിലേ ചെറിയൊരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. വലിയ മാറ്റം ചെറിയൊരു മാറ്റങ്ങളൊക്കെ ഉണ്ടാവും വിലയിൽ. വിലയിൽ എന്തെങ്കിലും അപാകതകളുണ്ടോ? ഒന്നുമില്ല. റീപോളിഷ് ചെയ്തെടുത്ത പുത്തൻ ടയറാണ്. അത് അഴുക്കേറി ചെളിയേറിയിരിക്കുന്നുണ്ടോ? പുത്തൻ ടയർ 4 എണ്ണം. പുത്തൻ ടയറാണ്. പിന്നെ നല്ല രീതിയിൽ ഒന്ന് പോളിഷ് ചെയ്ത് വൃത്തിയാക്കി എടുക്കുക എന്നുള്ളത്. കഴുകിയാൽ മതി. 2 ദിവസം കഴുകാത്തോണ്ട് ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ഉണ്ടായി i10 2016 സിംഗിൾ ഓണർഷിപ്പ്, 82,000 കിലോമീറ്റർ. സർവീസ് കാര്യങ്ങളൊക്കെ ഷോറൂമിലാണ്. പെട്രോളോ ഡീസൽ? പെട്രോൾ 2016 സിംഗിൾ ഓണർ, 82,000 കിലോമീറ്റർ. ഓക്കെ, ഈ വണ്ടിക്കകമൊക്കെ നല്ല നീറ്റാണ്. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെ ചെയ്ത് വൃത്തിയായിട്ടിരിപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? 3,15,000. 3,15,000. ടയറും ഉണ്ട്. അത്യാവശ്യം ടയർസ് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. പെയിൻ്റൊന്നും പോയതായിട്ടൊന്നും കാണുന്നില്ല. നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഒരു 50 രൂപയൊക്കെ നമുക്ക് ഇറക്കാം. അല്ല 15 രൂപ ഇറക്കാം. 15 രൂപ മതിയോ? 3 ലക്ഷം ലോൺ കിട്ടും. 3
3,15,000 രൂപ. പറഞ്ഞോ. ഓട്ട്സോൺ വെൻഡോ 2012, 88,000 കിലോമീറ്റർ, ഡീസലാണ്. 88. ആ, വണ്ടിക്കകം നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നത്, അതൊന്നും കുഴപ്പമില്ല. ഒരു ആൻഡ്രോയിഡ് സിസ്റ്റമൊക്കെ ഇരിപ്പുണ്ട്. നല്ല സീറ്റ് കവേഴ്സ് കാര്യങ്ങളൊക്കെയാണ് ചെയ്തേക്കുന്നത്. അതേപോലെ തന്നെ നോക്കിയാൽ ഡോർ പാഡ് കാര്യങ്ങളൊക്കെ നോക്കിയാലൊക്കെ വൃത്തിയായിട്ടിരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ടയേഴ്സ് ആവറേജ് ടയേഴ്സാണ് നടക്കുന്നത്. ഇവിടെ ഒരു ചെറിയ പാച്ച് വർക്ക് പരിപാടികൾ ചെയ്യാനുണ്ട്. വേറെ ഒന്നും കാണുന്നില്ല. ഇവിടെ ചെറിയ പൊട്ടൽ വീണിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു പൊട്ടലുണ്ട്. അല്ല, വേറെ ഒന്നും കാണുന്നില്ല. എത്ര ചോദിക്കുന്നത്? 1,60,000. 1,60,000 രൂപ. പിന്നെ മൈലേജ് എന്താണ്? മൈലേജ് ഒരു 18-20 മൈലേജ് കിട്ടും. ഡീസൽ വണ്ടിയാണ്. ഡീസൽ വണ്ടി. ഓക്കെ, അടുത്ത. പിന്നെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ 2 ലക്ഷം രൂപ വണ്ടിയാണ് ഇപ്പോൾ 1,60,000 കൊടുക്കുന്നത്. ഓക്കെ. ഹോണ്ട അമേസ് 2014, ഡീസലാണ്. ഓണർഷിപ്പോ? സെക്കൻഡ് ഓണർ. ടയേഴ്സ് അത്യാവശ്യം കിടപ്പുണ്ട്. നല്ലൊരു അലോയ് വീൽസ് കിടപ്പുണ്ട്. ഡീസൽ വണ്ടി. മൈലേജ് എന്ത് കാണും? മൈലേജ് ഒരു 18-20 കിട്ടും. പിന്നെ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റമൊക്കെ വെച്ചിട്ടുണ്ട്. വണ്ടിക്കകം നല്ല നീറ്റാണ്, അതൊന്നും കുഴപ്പമില്ല. ഡോർ പാഡൊക്കെ നോക്കിയാലും അത് നല്ല ക്വാളിറ്റിയിൽ തന്നെ ഇരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. എത്ര ചോദിക്കുന്നത്? 3,75,000. 3,75,000. ടയർ കണ്ടീഷനൊക്കെ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. വലിയ പാകപ്പിഴകളൊന്നും കാണുന്നില്ല. അതായത് സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. കളർ ഫെയ്ഡോ കാര്യങ്ങളൊന്നുമില്ല. ആ രീതിയിൽ വണ്ടി നല്ല നീറ്റായിട്ടിരിപ്പുണ്ട്. എല്ലാ ടയേഴ്സും അത്യാവശ്യം നല്ല ടയറാണ് കിടക്കുന്നത്. 3,75,000. 2014 ഡീസൽ. 2018. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സെക്കൻഡ്. എന്തോ ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 54,000. 54,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. സെക്കൻഡ് ഓണർഷിപ്പ് 2018. വണ്ടി നീറ്റാണ്, നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്, ഒന്നും കുഴപ്പമില്ല. റീപ്ലേസ്മെൻറ്റ്സ് ഒന്നുമില്ല. റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. ടയേഴ്സ് ആവറേജ് കൂടുതലായിട്ടുണ്ട്, കുഴപ്പമില്ല. എത്ര ചോദിക്കുന്നത്? 2,75,000. 2,70,000. എത്ര രൂപ നമുക്കിത് ഇറക്കാൻ പറ്റും? 25,000 കൊണ്ട് ഇറക്കാം. 5 വർഷം ലോണും. ആ, 2018. 2017, കിലോമീറ്റർ 64,000. 64,000. ഓണർഷിപ്പ്? സിംഗിൾ ഓണർഷിപ്പാണ്. പറയാൻ എന്തെങ്കിലും അപാകത? ഒന്നുമില്ല, ഒരു അപാകതയില്ല. ഇത് ബേസ് വേരിയൻ്റ് ആണല്ലേ? ആ, RXL ആണ്. എത്ര ചോദിക്കുന്നത്? 2,50,000. അപ്പോൾ ഇതിൻ്റെ ഈ ക്ലിപ്പ് പോയിട്ടുണ്ട് കേട്ടോ, അത് മാറി കൊടുക്കാം. ഇത് മാറിത്തരും. അതെ, ഇവിടെ ഇട്ട് ആൾക്കാരൊന്ന് ലോക്കായപ്പം തുറന്ന് പ്രശ്നമായത്. ടയേഴ്സ് ആവറേജ് കൂടുതലുണ്ട്, കുഴപ്പമില്ല. വേറെ അപാകതകൾ ഏകദേശം ഫുൾ ലോൺ കിട്ടുമേ. ഫുൾ ലോൺ കിട്ടുന്നുണ്ട്. 10,25,000 രൂപ മുടക്കി വേണ്ടി ഇറക്കാം. ഓക്കെ. ടയേഴ്സൊക്കെ അത്യാവശ്യം നല്ല ടയറും കിടപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? 2,50,000. 2,50,000 രൂപ. കിഡ് 2018, RXT ആണ്. ഓണർഷിപ്പ് ഫുൾ ഓപ്ഷനാണ്. സിംഗിൾ ഓണർഷിപ്പ്. സിംഗിൾ. ഇതിൻ്റെ ടയേഴ്സ് അത്യാവശ്യം കിടപ്പുണ്ട്. മാനുവൽ അല്ലേ? മാനുവൽ. ആൻഡ്രോയിഡ് സിസ്റ്റവും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. നല്ലൊരു സീറ്റ് കവർ കാര്യങ്ങളൊക്കെയാണ്, ഒന്നും കുഴപ്പമില്ല. വണ്ടി കാണാനൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ നീറ്റാണ്. ടയേഴ്സ് അത്യാവശ്യം നല്ല പുത്തൻ ടയറാണ് കിടക്കുന്നത്. വലിയ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും കാണുന്നില്ല. ഇവിടെ മാത്രം ഒരു പൊള്ളൽ പോലെ ചെറിയൊരു ഇതുണ്ട്, അല്ലാതെ നോക്കിയിട്ട് വേറെ ഒന്നും കാണുന്നില്ല. എത്ര ചോദിക്കുന്നത്? 2,50,000. റീപ്ലേസ്മെൻറ്റ്സ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. ചെറിയ ടച്ച് ആൻഡ് പോളിഷ് ഉണ്ട്, അതുകൊണ്ട് ചെറിയ സ്ക്രാച്ചിങ് അതൊക്കെ ചെയ്ത് കൊടുക്കാം. ഓക്കെ. വർക്ക് ചെയ്ത് കൊടുക്കാം. വർക്ക് ചെയ്ത് കൊടുക്കാം. 2000 സ്പാർക്ക് 2010, സോറി 2011. ഒന്നുകൂടെ പറയാം. സ്പാർക്ക് 2011, പെട്രോള്, തേർഡ് ഓണർഷിപ്പ്, 77,000 കിലോമീറ്റർ. കിലോമീറ്റർ ജെന്യുവനാണോ? ജെന്യുവൻ കിലോമീറ്റർ. വണ്ടി പക്ഷെ നല്ല വൃത്തി കേട്ടോ, നല്ല നീറ്റായിട്ട് ഇരിക്കുന്നു, കൊള്ളാം. ഇപ്പോൾ ചെറിയ ഓൾട്ടോ വാങ്ങിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സ്പെയർ പാർട്സിൻ്റെ കാര്യത്തിൽ എനിക്കും സംശയമുള്ളൂ. സ്പെയർ പാർട്സൊക്കെ കിട്ടും. അല്ലാതുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ വണ്ടി വലിയ വണ്ടിയാണ്, സൗകര്യമുണ്ട്. ഇതിൻ്റെ ടെയിൽ ലാമ്പ് പൊട്ടിയിരിപ്പുണ്ട്, അതൊക്കെ മാറി കൊടുക്കാം. എത്ര ചോദിക്കുന്നത്? 75. ഇതിൻ്റെ പേപ്പർ ഇനി എത്ര ആളുണ്ട്? പേപ്പർ ഇനി 1 വർഷം. ഇനി 1 വർഷം. ഓക്കെ. അപ്പോൾ 2026
26 അവസാനിക്കും. പറ. സെൻ എക്സിലോ 2008. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. എന്ത് ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ ഏകദേശം 1.5 ഓടിയിട്ടുണ്ട്. വർക്ക് എടുക്കാറുണ്ട്. ടെസ്റ്റ് ആയോ? ടെസ്റ്റിന് 1 വർഷം സംതിങ് ഉണ്ട്. ഓക്കെ, അപ്പം ടെസ്റ്റിന് അതിൻ്റേതായ പോളിഷ് പരിപാടികളൊക്കെ ചെയ്താൽ മതി. എന്നാൽ വേറെ 1.5 വർഷമുണ്ട്. വണ്ടിയുടെ ചാവി കാണുന്നില്ല, അകത്ത് എവിടെയോ ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ എടുത്ത് തരുന്നത്. വണ്ടിക്ക് അകമൊക്കെ കാണാൻ കൊള്ളാം, വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്, അതൊന്നും കുഴപ്പമില്ല. എത്ര ചോദിക്കുന്നത്? 1 ലക്ഷം. 1 ലക്ഷം ലാസ്റ്റ് പ്രൈസ് ആണ് ഈ 1 ലക്ഷം. ചെറിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കും. കസ്റ്റമറുമായിട്ട് നമ്മൾ ഡയറക്റ്റ് സംസാരിക്കണം, നമുക്ക് ഇതിലൊക്കെ മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം. മാരുതി ഓമനി 2010. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണർ. സ്റ്റീരിയും കാര്യങ്ങളൊന്നും ഇല്ല. ഇളക്കിയൊക്കെ ആണോ? അത് ഇതിനകത്ത് ഇല്ലായിരുന്നു, നമ്മൾ എടുക്കുമ്പോൾ ഇല്ലായിരുന്നു. സീറ്റ് കവറൊക്കെ കൊള്ളാം, വൃത്തിയായിട്ടിരിക്കുക. ഫ്ലോറൊക്കെ നോക്കിയാലൊക്കെ വലിയ കുഴപ്പങ്ങളൊന്നും കാണുന്നില്ല. അങ്ങനെ വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്. ടെസ്റ്റിന് ഇനി 3 മാസമേ ഉള്ളൂ. ടെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം. അതല്ല ഈ കണ്ടീഷൻ നിലവിൽ കാണുന്ന കണ്ടീഷനിൽ കൊടുക്കാം. അത്യാവശ്യം കാറ്ററിംഗ് ആർക്കും അങ്ങനെയുള്ള ചെറിയ പരിപാടിക്കൊക്കെ ഓക്കെ വണ്ടിയാണ്. ഹോട്ടല് സംബന്ധമായ കാര്യങ്ങൾക്കെല്ലാം പറ്റും. ബാക്ക് സീറ്റ് ഉണ്ട്, നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഓക്കെ, എത്ര ചോദ്യം? 85. ടയർ നല്ല ടയറാണ് നടക്കുന്നത്, ബാക്ക് ടയർ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? റീപ്ലേസോ കാര്യങ്ങളൊന്നും നമ്മൾ നോക്കിയിട്ട് കണ്ടില്ല. ഫോർഡ് ഫിഗോ പെട്രോൾ 2014. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സിംഗിൾ ഓണറാണ്. ZX. വണ്ടിക്കകം നല്ല വൃത്തിയാണ്. 2014 പെട്രോൾ, 58,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ. അത്ര ഓടിയിട്ടുള്ളൂ. ജെന്യൂൻ കിലോമീറ്റർ. വണ്ടി കാണാൻ വൃത്തിയാണ് കേട്ടോ. ഇവിടെ ചെറിയ പൊള്ളലുണ്ട്. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. വണ്ടി കാണാനൊക്കെ വൃത്തിയുണ്ട്, ഒന്നും കുഴപ്പമില്ല. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ അതേ നീറ്റ്. 58,000 കിലോമീറ്റർ ക്വാളിറ്റി ഉണ്ട്. പിന്നെ വണ്ടി വീട്ടിലിട്ടിരുന്നതാണ്, അതിൻ്റെ തുരുമ്പ് ചെറിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഈ ഒരു പ്രശ്നമുണ്ട്, അത് പരിഹരിച്ചു കൊടുക്കാം. ഏതാണ് ഈ ഒരു പ്രശ്നം? ഇവിടെ ഈ വണ്ടി വീട്ടിലിട്ടിരുന്ന ഉപയോഗിക്കാതെ. ഓക്കെ. എത്ര ചോദ്യം? എത്ര? 1,65,000. 2 എണ്ണം ഉണ്ട്, ഇവിടെയും കൂടി ഉണ്ട്. 2 എണ്ണം. അത് ചെയ്യാൻ വേണ്ടിയിട്ടിരിക്കാം. 1,65,000. ഡീസൽ അല്ലേ? ഡീസൽ. പെട്രോൾ 2014. ഓക്കെ. CRV 2008 വണ്ടി. 2008 CRV. ഓണർഷിപ്പ് എത്ര? തേർഡ് ഓണർഷിപ്പ്. ഡീസലോ പെട്രോൾ? വണ്ടിയൊന്നും കിട്ടാനില്ലാത്ത വണ്ടിയാണത്. ഷോറൂം മാത്രമേ ഉള്ളൂ. 1 സംതിങ് ഉണ്ട്. ആ ലൈവില് 2008 ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ഓക്കെ. ആ 2008 ഇറങ്ങിയപ്പോൾ ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ബാക്ക് സൈഡൊക്കെ നോക്കിയാലൊക്കെ വൃത്തിയായിട്ടിരിപ്പുണ്ട്, അതൊന്നും കുഴപ്പമില്ല. നീറ്റാണ് വണ്ടി, നീറ്റാണ് കേട്ടോ. ഓക്കെ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. ടയേഴ്സൊക്കെ അത്യാവശ്യം ടയേഴ്സ് കിടപ്പുണ്ട്, നല്ലൊരു അലവിലുണ്ട്. അതേപോലെ തന്നെ വലിയ പെയിന്റിങ് വർക്കുകൾ ഇവിടെ ഈ ഏറ്റവും ചെറിയ പെയിന്റിന്റെ ചെറിയ സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ ഉള്ളത്, വേറെ വർക്കൊന്നുമില്ല, എല്ലാം ഓക്കെയാണ്. എത്ര ചോദിക്കുന്നത്? 1,70,000. 1,70,000. ഇത് മൈലേജ് എന്താണ്? മൈലേജ് എനിക്ക് കറക്റ്റാണ്, എന്നാലും ഒരു 12-14 കിട്ടും. ആ റേഞ്ച്. ഓക്കെ. അതുണ്ട്, സ്ക്രാച്ച് ഉണ്ട്. അല്ലാതെ വണ്ടി വേറെ കംപ്ലയിൻസ് ഒന്നുമില്ല. വണ്ടി കാണാൻ വൃത്തിയായിട്ട്. ഇനി എൻജിൻ സൈഡ് കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ വണ്ടി കാണാൻ നല്ല ഗുമ്മായിട്ടിരിപ്പുണ്ട്, നല്ല വൃത്തിയുണ്ട് വണ്ടി കാണാൻ. ബ്ലാക്ക് കളർ അല്ലേ? i10 2009. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് സെക്കൻഡ്. കിലോമീറ്റർ 84,000. ടെസ്റ്റ് ചെയ്തിട്ട് 3 മാസമായിട്ടുള്ളേ. എന്തെങ്കിലും പറയത്തക്ക അപാകതകൾ വല്ലതും? പ്രശ്നങ്ങളൊന്നുമില്ല. 2009 വണ്ടിയുടെ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ പെയിൻറ്റ് അത്യാവശ്യമുണ്ട്, സീറ്റുണ്ട്, പവർ സ്റ്റിയറിങ്, AC അത്യാവശ്യം കുഴപ്പമില്ല. ഇതെല്ലാം വർക്ക് ചെയ്യുമല്ലോ? എല്ലാം വർക്കാവും. ടയേഴ്സൊക്കെ ആവറേജ് കൂടിയ ടയറുണ്ട്. റീപ്ലേസ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. എത്ര ചോദിക്കുന്നത്? 1,20. 1,20. എത്ര രൂപ ഇറക്കാൻ പറ്റും? ഇത് CC കിട്ടത്തില്ല സാറേ. 2009 ആണല്ലേ? ഓക്കെ. അപ്പോൾ ഇതിൻ്റെ പേപ്പറിന് എത്ര നാൾ? 4 വർഷമുണ്ട്. 4 വർഷമുണ്ട്. 2010 ബീറ്റ്. ഓണർഷിപ്പ് എത്ര? ഓണർഷിപ്പ് തേർഡ് ഓണർ. പെട്രോൾ അല്ലേ? പെട്രോൾ. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. കിലോമീറ്റർ ഏകദേശം ഒരു 78-80 അത്ര ഓടിയിട്ടുള്ളൂ.
ജെന്യൂനാണേ. ജനുവിനാ. സീറ്റ് കവറായിട്ട് ചെയ്തില്ല, പക്ഷെ വണ്ടി കാണാനൊക്കെ വൃത്തിയുണ്ട്. എത്ര ചോദിക്കുന്നത്? 85. 85,000 രൂപ. അതിലെന്തെങ്കിലും കുറയുമോ? ഈ വീഡിയോയിൽ നമ്മൾ കുറച്ച് പറഞ്ഞാൽ കോൾസ് വരുള്ളൂ, പിന്നെ കുറച്ച് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തൊക്കെ നിങ്ങൾ വീഡിയോ ചെയ്താലും അവിടെ വരുമ്പോൾ ആൾക്കാർ വീണ്ടും കുറയ്ക്കും. ഓക്കെ, അപ്പോൾ 85,000 രൂപ. ഇതിന് പേപ്പറൊക്കെ ഇനി എത്ര ആൾ? പേപ്പർ ഇനി 4 വർഷമുണ്ട്. 4 വർഷം. അപ്പം ഞാൻ പറഞ്ഞ പോലെ നമ്മളെ വണ്ടിയുടെ വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അവസാനിച്ചിട്ടുണ്ട്. ആദ്യം പറഞ്ഞ പോലെ 30,000 രൂപ തൊട്ട് മുകളിലോട്ട് കിടക്കുന്ന വണ്ടികളാണ് കിടക്കുന്നത്. നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യപ്പെടുന്നവർക്ക് എടുക്കാം. നല്ല നല്ല വണ്ടികൾ കിടപ്പുണ്ട്. 1-2 വണ്ടികളിൽ മാത്രമാണ് ചെറിയ പൊള്ളലോ അല്ലെങ്കിൽ പെയിൻറ്റിൻ്റെ വർക്കൊക്കെ ആയിട്ട് കണ്ടത്, അല്ലാതെ വേറെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ വരുമ്പോൾ നല്ലൊരു മെക്കാനിക്കിനെ കൊണ്ടുവന്ന് നല്ലപോലെ ചെക്ക് ചെയ്ത് നല്ല റിസൾട്ട് വാങ്ങിച്ച് കൊണ്ടുപോകുക. അത് വെച്ചാൽ അത്യാവശ്യം നല്ല വണ്ടികൾ കിടപ്പുണ്ട്, ടാക്സി ആയിട്ടും കിടപ്പുണ്ട്, അല്ലാതെ പ്രൈവറ്റ് വണ്ടികളായിട്ടും കിടപ്പുണ്ട്. അപ്പം ഈ വീഡിയോ അങ്ങനെയുള്ളവർക്കും കൂടി ഉപകരിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. അതായത് ടാക്സി എടുക്കാൻ താല്പര്യപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്കും കൂടി ഉപകരിച്ച് കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം നിങ്ങൾക്ക് ഉപകാരമുള്ള നല്ലൊരു വീഡിയോ ചെയ്തു തന്നിട്ടുണ്ടെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുമ്പോൾ